ഹലോ യൂട്യൂബ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിനിമ കാണാൻ പോവാണ്. അതും PVR ലെക്സ്. അങ്ങനെ നമ്മൾ ലുലു മാളിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ PVRലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലെക്സ്. നമ്മളിവിടെ ഫസ്റ്റ് ടൈം അല്ല വരുന്നത്, ഇത് നമ്മുടെ സെക്കൻഡ് ടൈമാണ്. നമ്മൾ ആദ്യം ഇവിടെ സൂക്ഷ്മദർശിനി കാണാനാണ് വന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഒരു ലക്ഷറി എഫക്റ്റാണ്. ഇതാണ് ഇതിൻ്റെ ലോബി. സംഭവം അടിപൊളിയല്ലേ. പിന്നെ ഒരു വാഷ്റൂം, അതും ആ ഒരു വൈബിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്, സോപ്പ് തൊട്ട് മോയ്സ്ചറൈസർ വരെ ഉണ്ട്. പിന്നെ ഈ ലെക്സ് വരുന്ന Audi 12 ആണ്, വിത്ത് ലേസർ പ്രൊജക്ഷനാണ്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. സ്റ്റെപ്പിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ലക്ഷറി എഫക്റ്റ് കിട്ടുന്നുണ്ട്. അന്ന് വന്നപ്പോൾ ഈ സ്ക്രീൻ ആയിരുന്നല്ലേ, C5-6. അന്നിരുന്ന് അതേ സീറ്റ് കണ്ടില്ലേ. ഇതാണ് ഇവിടുത്തെ ആ ഒരു സീറ്റിങ്ങും പിന്നെ സ്ക്രീനും ഒക്കെ പൊളിയല്ലേ. അപ്പം പിന്നെ നമ്മളിങ്ങനെ വന്ന് ഇവിടെ ഇരുന്നു. പിന്നെ ഇരുന്നപ്പോൾ തന്നെ പിന്നെ ഒരു ആ ലക്ഷറി എഫക്റ്റ് അങ്ങ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ സ്വിച്ചുകളിലെല്ലാം അതിൻ്റേതായിട്ടുള്ള കുറേ പരിപാടികളുണ്ട്. മേളത്തെ 2 സ്വിച്ച് എന്ന് പറയുന്നത് നമ്മുടെ ബാക്കിൽ ആ ഒരു സപ്പോർട്ട് കിട്ടുന്ന ഒരു രീതിയിലുള്ള ഒരു സ്വിച്ചുകളാണ്. പിന്നെ ഈ സാധനത്തിൽ വെച്ചാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ലൈറ്റിനുള്ള സ്വിച്ചുണ്ട്. ആ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ലൈറ്റ് കത്തും അണയും. അങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന സ്വിച്ച്, അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇത് ഇവിടെ എന്തൊക്കെ കാണിക്കുന്നല്ലോ, എന്താണ് ആ സ്വിച്ചിൽ അമുക്കുമ്പോൾ കാല് പൊങ്ങുന്നതാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാല് പോകുന്നു, തല ബാക്കിലോട്ട് പോകുന്നു, എല്ലാം അഡ്ജസ്റ്റ് ആയെന്ന് തോന്നുന്നു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ സ്വിച്ച്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഫുഡിൻ്റെ ഓർഡർ എടുക്കാൻ വേണ്ടി ആൾ വരും. ക്ലിക്ക് ചെയ്താൽ ഒരു 2 മിനിറ്റിനകത്ത് എത്തും. പിന്നെ ഞാൻ കാണിച്ചു തരാം. ആ സ്വിച്ച് അമുക്കുമ്പോൾ ഇങ്ങനെ കാല് പോകും. ഇപ്പം നമ്മൾ ഹെഡൊക്കെ ബാക്കിലോട്ട് പോകും. അപ്പോൾ ഈ നമ്മൾ കിടക്കുന്ന ആ ഒരു പൊസിഷനിലോട്ട് വരും. പിന്നെ നമ്മുടെ തൊട്ട് ബാക്കിലായിട്ട് ഇങ്ങനെ ഒരു പില്ലോ കാണും. ആ പില്ലോ നമ്മൾ ബാക്കിൽ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ വേണമെങ്കിൽ തലയിൽ വയ്ക്കാം. അല്ലെങ്കിൽ പിന്നെ വേറൊരു പരിപാടിയുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ആ സിബ് തുറന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു പില്ലോ ഉണ്ട്, അത് വെച്ച് വേണമെങ്കിൽ മൂടി കിടന്ന് അങ്ങ് ഉറങ്ങാം. അപ്പം ഞാൻ കിടക്കുകയാണ്, കിടന്നിട്ടുള്ളൊരു വ്യൂ ആണിത്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ കൊടുത്തിട്ടാണ് വന്ന് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ പോപ്കോണും പിന്നെ പെപ്സിയും അവർ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ സിനിമ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സിനിമ കണ്ട് കഴിഞ്ഞിട്ട് ബാക്കി. അപ്പോൾ സിനിമ കഴിഞ്ഞു, നമ്മൾ ഇറങ്ങി. സിനിമ ഒരു രക്ഷയില്ല, മരിച്ച്. അപ്പം നമ്മൾ മൂവിക്കൊക്കെ പോയിട്ട് വന്നു. സംഭവം ഒരു പൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ ആ ഒരു മൂവി വേറെ ലെവൽ. ഞാൻ വേറെ ഒന്നും പറഞ്ഞൊന്നും ഒരു സ്പോയിലർ ഉണ്ടാകുന്നില്ല. സംഭവം ഞാൻ സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പേ ഫോണെടുത്ത് ചുമ്മാ ഷോർട്സ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിലൊരു സീൻ. പെട്ടെന്ന് ഞാൻ ഫോണെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടിട്ട് പിന്നെ ആ ഫോണെ കുറച്ച് നേരത്തേക്ക് ഞാൻ തൊട്ടില്ല. അങ്ങനെ കുറേ സ്പോയിലർ വരുന്നുണ്ട്. നമ്മളെ സിനിമ കാണാൻ വിചാരിച്ചാലും അത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കുറേ സ്പോയിലർ. ഇറങ്ങിക്കഴിഞ്ഞാൽ അവന്മാർ കുറേ വീഡിയോ എടുത്തില്ലല്ലേ അത്. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, നമ്മൾ ഇതിൻ്റെ ഒരു സീൻ ഇട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഇതൊന്നും കിട്ടത്തില്ല, പിടിയൊന്നും കിട്ടത്തില്ല. ഇതാണ് കഥ, അങ്ങനത്തെ ഒരു കഥയാണ് ഇത്. നേരത്തെ നമ്മൾ കണ്ടിട്ടില്ലാത്ത അങ്ങനത്തെ ഒരു കഥയല്ല, സംഭവം സെറ്റ് ഒരു കഥയാണ്. ഇൻ്റർവെല്ല് കഴിഞ്ഞപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് ഡൗൺ ആയി. പക്ഷേ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡബിൾ മടങ്ങ് കയറി അങ്ങ് പോയി. ഇതിലെല്ലാ ആക്ടേഴ്സും പൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പ്രദീപിൻ്റെ ബെസ്റ്റ് ആക്ടിങ് ഇതിൽ തന്നെ ആയിരുന്നു. ആ 3 മൂവിയിലായാലും ഇതിലായിരുന്നു ബെസ്റ്റ് ആക്ടിങ്. പിന്നെ കോമാളിൻ്റെ ക്യാമിയോ ഉണ്ടായിരുന്നു, അത് പിന്നെ നമ്മൾ കൂട്ടുന്നില്ല. പക്ഷേ ബാക്കി എല്ലാത്തിനും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതിലായിരുന്നു ഒരു ബെസ്റ്റ് ആക്ടിങ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് രജനീകാന്തിൻ്റെ ഒരു ഇത് വന്നായിരുന്നു. പിന്നെ നമ്മുടെ രജനീകാന്തിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയുണ്ട് പഴയത്. ആ സിനിമയിലൊരു പാട്ട് വെച്ചിട്ടുള്ളൊരു കളിയാണ്. ഇടയ്ക്ക് 2-3 പ്രാവശ്യം ആ പാട്ടുണ്ട്. അതും
കിടിലായിരുന്നു. അതിന്റെ സീനെല്ലാം മൊത്തത്തിൽ കിടിലായിരുന്നു. പിന്നെ എൻ്റെ ഡയറക്ടർ കീർത്തി സാർ സെറ്റ്, നിങ്ങൾ പൊളിയായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ പാട്ട്, എല്ലാ പാട്ടും കിടില. പിന്നെ ഇതുവരെ ആ പാട്ടുകളൊന്നും മൈൻഡിൽ നിന്ന് പോണില്ല. പിന്നെ ക്ലിക്കായ മറ്റേ ആ പാട്ടുകളിലെ കുറച്ച് ക്ലിക്കായ പാട്ടുകളെ അറിയാമല്ലോ. അതല്ലാതെ ബാക്കി കുറേ പാട്ടുകളുണ്ട്, അതും എല്ലാം വേറെ ലെവൽ. മൊത്തത്തിൽ ഒരു കിഡിൽ എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമയും ആ ഒരു ലെക്സിൽ തന്നെ കണ്ടതും. അതും കൂടെ ആയപ്പോൾ ഉള്ളൊരു, നിങ്ങൾ നേരത്തെ കണ്ടു കാണും അതിൻ്റെ കുറേ പരിപാടിയൊക്കെ. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. സിനിമ മൊത്തത്തിൽ കിടിലമാണ്, എല്ലാവരും പോയി കാണുക, കിടിലം. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.